നമസ്കാരം. സാക്ഷി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ചടയമംഗലം BJP പഞ്ചായത്ത് സമിതിയുടെയും മണ്ഡല സമിതിയുടെയും ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടാനുള്ള പ്രധാന കാരണം, നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒന്നുമില്ലാതെ കിടക്കുന്ന ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ അരങ്ങേറുകയാണ്. റോഡിൽ കൂടി 13-ാം നമ്പർ വാഹനത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ പ്രിയ മന്ത്രി ഇപ്പോൾ ഇവിടെ സ്ഥലത്തിറങ്ങി എന്തായാലും എല്ലാ പരിപാടികളും കല്ലിടിയിലായാലും ചെടിച്ചട്ടി നിരത്തലായാലും 10 വർഷങ്ങൾക്ക് മുൻപേ കുരിയോട് പോലെ നടന്നിട്ടുള്ള വാട്ടർ ഷെഡ് പദ്ധതിയുടെ ഉദ്ഘാടനങ്ങളായാലും എല്ലാം ലൈനിൽ കൂടി വെള്ളം വരുന്നില്ലെങ്കിൽ തന്നെയും എല്ലാ ഉദ്ഘാടനങ്ങളും നടത്തുവാൻ വേണ്ടി, തറക്കല്ലിടുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ തന്നെ വോട്ടർമാരെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്ന ഈ ഒരു പ്രവണതയെ പറ്റി നമ്മുടെ മാന്യ പ്രേക്ഷകരെയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തന്നെ വോട്ടർമാരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഇവിടെ 16 വാർഡുകളാണുള്ളത്. ഈ 16 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരുണ്ടായിരുന്ന വാർഡുകളിൽ കാണാത്ത ശുഷ്കാന്തിയും ഉദ്ഘാടന മാമാങ്കങ്ങളും ഇപ്പോൾ ഇവിടെ അരങ്ങേറുകയാണ്. നമ്മുടെ നിലവിലുണ്ടായിരുന്ന 2 ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരുടെ വാർഡുകളിൽ ഇവർക്ക് ഉദ്ഘാടനം ചെയ്യുവാനോ ഒരു പരിപാടിക്ക് പങ്കെടുക്കുവാനോ ഇവിടുത്തെ ഒരു പ്രതിപക്ഷ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടുത്തെ പ്രവർത്തകരെ പോലും ഒരു പൊതു പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ഇലക്ഷനെ നേരിടുന്ന കുറെ LDF-ന്റെ നേതാക്കളെ മുഖചിത്രം മാത്രം അണിനിരത്തിക്കൊണ്ട് മന്ത്രിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം ഇവിടെ വന്ന് മാമാങ്കങ്ങൾ നടത്തി വോട്ട് തട്ടാനുള്ള വിപുലമാക്കുവാനുള്ള ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിനൊന്നും ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാര് അതിന് കൂട്ടു നിൽക്കില്ല. കാരണം നമ്മുടെ കള്ളിക്കാട് വാർഡിൽ തന്നെ ഒരു വാട്ടർ ഷെഡ് പദ്ധതി, ഒരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഇന്ന് വച്ചിരുന്നതാണ് ആ ഉദ്ഘാടന പരിപാടി. അപ്പോൾ ഉച്ചയായപ്പോൾ വിളിച്ചു പറയുന്നത് ആ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു. കാരണം എങ്ങനെയെങ്കിലും ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആ മെമ്പർ ഭരിക്കുന്ന ആ അംഗമായിട്ടുള്ള ആ കുടിവെള്ള പദ്ധതി വേറെ ഒരു ദിവസത്തേക്ക്, ഇതിന്റെ വിജ്ഞാപനം വരുന്ന ഒരു ദിവസം വരെ നീട്ടിക്കൊണ്ട് പോയിട്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് നടന്നു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവർക്കുള്ള LDF-ന്റെ മെമ്പർമാരുള്ള വാർഡുകളിൽ ഈ രീതിയിലുള്ള പ്രവണത കാണുന്നില്ല. അവർക്ക് അവിടെയും കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടത്തി. നമ്മൾ വിവിധ ചാനലുകളിൽ കണ്ടതാണ്. അതുപോലെ ഓരോ താറടിയിലായാലും കയ്യാല കോരക്കമായാലും എന്തിനെ നമ്മുടെ ഈ ജംഗ്ഷനിൽ ഇത്രയും നാളില്ലാത്ത ചെടിച്ചട്ടി നിരത്തൽ, ഇവിടുന്ന് കുറച്ച് ചെടിച്ചട്ടികൾ കൊണ്ടുവന്ന് ഈ ജംഗ്ഷനെ നവീകരിക്കാൻ. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, മഴ പെയ്യുമ്പോഴെങ്കിലും കയറിയിരിക്കാൻ ഒരു ആസ്ഥാന മന്ദിരം, ഒരു ഷെഡ് പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് എന്നുള്ള കാര്യം നിങ്ങൾ മാന്യ പ്രേക്ഷകര് മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളായാലും, നമ്മുടെ ഒരു ട്രഷറി ആയാലും, നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് ആയാലും, നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ ആയാലും എല്ലാം സ്വപ്നത്തിലാണ് ഇന്ന് ഇവിടെ ചടയമംഗലത്ത് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മന്ത്രിയും കൂടി, ഇവിടുത്തെ ജനപ്രതിനിധിയായ മന്ത്രിയും കൂടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഇവിടുത്തെ LDF-ന്റെ നേതാക്കന്മാർ അടക്കം ഇവിടെ ഒത്താശ ചെയ്തുകൊണ്ട് നടത്തുന്ന ഇത്തരം ഈ തട്ടിപ്പ് മാമാങ്കങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനോട്, ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് BJP ചടയമംഗലത്തിന് പറയാനുള്ളത്. കൂടുതൽ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കർഷക മോർച്ചയുടെ ഉപാധ്യക്ഷരുള്ള ശ്രീ ഉജ്ജയിനി സുരേഷ് ബാബു സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരു തൊഴിൽമേള ചടയമംഗലം പഞ്ചായത്ത് ഓഫീസ് നടത്തി. പഞ്ചായത്ത് ഓഫീസല്ല, അത് കമ്മ്യൂണിറ്റി ഹാൾ നടത്തി. വിദ്യാസമ്പന്നരായ യുവാക്കളെയാണ് അവർ ക്ഷണിച്ചത്. അപ്പൊ ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടെ ഉദയകുമാറും കൂടെ അവിടെ പോയിരുന്നു. അവിടെ അത് പരിശോധിച്ചപ്പോൾ കാണുന്നത് LIC ഏജന്റായിട്ടും ടാറ്റയുടെ ഇൻഷുറൻസിലെ ഏജന്റായിട്ടും
അതിനെ പിന്നെ SBI ലൈഫ് ഇൻഷുറൻസിലെ ഏജന്റുമാരുമായിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. ഒരു ഏജൻസി എടുക്കാൻ അവിടെ തൊഴിൽമേള നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി എടുക്കാൻ തൊഴിൽമേള നടത്തേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇവര് വീട് വീടാന്തരം കയറി ഇറങ്ങി ഇൻഷുറൻസ് എടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തൊഴിൽമേള നടത്തുന്ന പഞ്ചായത്ത് ഓഫീസിൽ നടത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല അത് പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ തൊഴിൽമേള എന്നുള്ള തട്ടിപ്പ് അവിടെ നടത്തിയത്. പാവപ്പെട്ടവരെ ഏകദേശം 100ഓളം കുട്ടികൾ അവിടെ വന്നിരുന്നു. ശരിക്കും അവർക്ക് എന്താ പറയാ, അവരെ മോഹന വാഗ്ദാനം നൽകി വഞ്ചിക്കുകയല്ലേ അവിടെ ചെയ്തത്. അതിലിപ്പോ നമുക്ക് ഈ ചടയമംഗലം പഞ്ചായത്തില് 2 വർഷങ്ങളായി യഥാർത്ഥത്തില് ഈ ബൾബുകളൊക്കെ ഒന്ന് മാറ്റി ഫീസായി കിടക്കുക. ഇപ്പൊ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ബൾബുകൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ബൾബുകൾ മാറ്റുന്നു അവിടെ ഇവിടെയൊക്കെ. 2 വർഷം കൊണ്ട് ഈ പഞ്ചായത്തിൽ ബൾബ് മാറ്റാനിട്ടിരിക്കുന്നു. കേവലം 10-15 രൂപ വരുന്ന ഓരോ ബൾബുകൾ മാറ്റാൻ ഇവർക്ക് പറ്റാത്ത ഇവര് ഇപ്പൊ ടൗണ് എന്താണ് പൂച്ചട്ടി വെക്കുകയാണ്. പൂച്ചട്ടിയാണോ ഒരു വികസനം? അത് 4-5 ദിവസം വെള്ളം ഒഴിക്കാൻ പോലും ആളില്ലാതെ കിടന്ന് അത് ഉണങ്ങിപ്പോകും. ഈ പൂച്ചട്ടി സ്വന്തം നേരത്തെ ഹരിച്ചേട്ടൻ പറഞ്ഞ കണക്ക് അവിടെ എന്താ അവർ സ്വന്തം ആസ്ഥാന മന്ദിരമില്ല, ഒരാൾ മരണപ്പെട്ട ഒരു ശ്മശാനമില്ല, ആശുപത്രി മരുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടക്കുമ്പോഴാണ് ഇവര് പൂച്ചട്ടി വെച്ചത്. ഒരു വണ്ടി കൊണ്ടുവരാൻ സ്ഥലമില്ല ഇവിടെ. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഏരിയ പോലില്ല. ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പൈപ്പ് കൊണ്ട് വെച്ച് വലിയ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പൂച്ചട്ടി വെക്കുന്നത്. ഇതാണ് ഇവരുടെ സ്വപ്ന പദ്ധതി. പൂച്ചട്ടി വെക്കുകയാണ് ഇവരുടെ സ്വപ്ന പദ്ധതി. അപ്പൊ ഈ മന്ത്രിക്കും അതുപോലെ ബന്ധപ്പെട്ട LDFന്റെ മെമ്പർമാർക്കും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഇതാണ് വികസനം എന്ന് കാണുന്നത്. ജനങ്ങള് വിഡ്ഢികളൊന്നുമല്ല, ജനങ്ങള് മണ്ടന്മാരുമല്ല. ഇത് ഈ ചെടിച്ചട്ടി വെച്ചേക്കുന്നതിന്റെ ഫണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ടോ? ഉദ്ഘാടനം എത്ര രൂപ ഇവർ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവര് പ്രഖ്യാപിക്കുന്ന അവർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഫണ്ട് അവരിങ്ങനെ രേഖപ്പെടുത്താറില്ല. ചടയമംഗലം പഞ്ചായത്തിലെ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ ഇങ്ങോട്ട് ഓരോ പരിശോധിച്ചാൽ ഇപ്പൊ തന്നെ സ്റ്റേഡിയത്തിന് വേണ്ടി എത്ര രൂപ മുടക്കിയിട്ടുണ്ട്? സ്റ്റേഡിയം പഴുതാരിയും പട്ടിയും പിന്നെ പാമ്പും അവിടെ കിടക്കുക. സ്റ്റേഡിയത്തില് പട്ടി വെറ്റി കിടക്കുന്ന ചന്തയാ വികസനം. ഈ വികസനം കൊണ്ട് എന്താ ഇപ്പൊ നമുക്കറിയാം, ഈ സ്റ്റേഡിയത്തിൽ നിന്ന് മണ്ണും മാന്തിക്കൊണ്ടു പോവുക. BJP പ്രവർത്തകർ കൈയോടെ പിടിച്ചു, പോലീസ് കേസായി. അപ്പൊ ഇവിടുത്തെ യുവാക്കളെ പോലും അവരുടെ ആരോഗ്യത്തെ പോലും പറ്റിച്ച് വഞ്ചിച്ചെടുക്കുന്ന ഈ കൂട്ടങ്ങളായവരെ അവരാണ് ഈ വികസനം എന്ന് പറഞ്ഞിട്ട് ഇവർ നടക്കുന്നത്. ചെടിച്ചട്ടി വെച്ച വികസനമാവോ? ആദ്യം വികസനം എന്ന് പറയുന്നത് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് വികസനം ഉണ്ടാക്കാം.